സർ, നമ്മുടെ കഴിഞ്ഞ ടോക്ക് അവസാനിപ്പിക്കുമ്പോൾ സാർ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയായിരുന്നു. അതായത് സതീശൻ സാറിന്റെ ഭരണം അവസാനിക്കുന്ന സമയത്ത് ഒരു പാർട്ടി ഇല്ലാതാക്കും. അത് മുസ്ലിം ലീഗാണ്. അപ്പൊ എന്തുകൊണ്ടാണ് സാർ അങ്ങനെ പറയാനുള്ള കാരണം? കേരളത്തിൽ ഇപ്പോൾ ഒരു 2 പാർട്ടികൾ അല്ലെങ്കിൽ 2 മുന്നണികളാണ് ഉണ്ടായിരുന്നത്. ഉം. പാർട്ടികളെന്നല്ല യഥാർത്ഥം പറഞ്ഞ മുന്നണികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് യുഡിഎഫും എൽഡിഎഫും ആണ്. അപ്പോൾ ആ യുഡിഎഫ് എൽഡിഎഫിന്റെ സ്ഥാനത്തേക്ക് ബിജെപി വളർന്ന് കയറും എന്ന് പറയുന്ന പ്രതീക്ഷ ആളുകൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഉം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇല്ലാതാകാൻ പോകുന്ന പാർട്ടി ഏതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണം നടന്നിരുന്നു. അങ്ങനെ ഇല്ലാതാകാൻ പോകുന്ന പാർട്ടി CPM ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണമൊക്കെയാണ് നടന്നിരുന്നത്. അതിന്റെ പിന്നിൽ CPM-നെ താറടിച്ച് കാണിക്കാനും CPM-നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാനും ഒക്കെയുള്ള തന്ത്രമാണ് ഉണ്ടായിരുന്നത്. അതവിടെ നിൽക്കട്ടെ. ഉം. യഥാർത്ഥത്തിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ടി, അതായത് CPM-ഉം കോൺഗ്രസും BJP-യും കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് ഒരു സംശയമില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് മറ്റൊരു ഗുണവും കൂടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവരിപ്പോൾ ഒരു മലബാർ റീജിയനിൽ കരുത്തുള്ള ഒരു പാർട്ടി ആയതുകൊണ്ട് ഇപ്പോൾ BJP-ക്ക് പോലും ഒറ്റക്ക് നിന്നുകൊണ്ട് മത്സരിച്ച് ജയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കേരളത്തിൽ. ഇപ്പോൾ 3 സീറ്റ് കിട്ടിയെന്നുള്ള യാഥാർത്ഥ്യം. പക്ഷെ അപ്പോൾ പോലും മുസ്ലിം ലീഗിന് അങ്ങനെയല്ല. വേണമെങ്കിൽ ഒരു 10ഓ 15ഓ സീറ്റുകളിലെങ്കിലും ഒറ്റക്ക് നിന്ന് മത്സരിക്കാനും വേണമെങ്കിൽ 10 സീറ്റുകളിലെങ്കിലും ജയിക്കാനും പറ്റും. കഴിയും. അപ്പോൾ അത്തരത്തിൽ കരുത്തുള്ള ഒരു പാർട്ടിയാണ്. പക്ഷേ ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചു നോക്കിയാൽ മുസ്ലിം ലീഗ് പതുക്കെ പതുക്കെ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഞാൻ പറയണ കൊന്നുകൊണ്ടിരിക്കും. കൂടത്തായി ജോളി പണ്ട് മറ്റേ പതുക്കെ പതുക്കെ സ്ലോ പോയിസണിങ് നടത്തിയതുപോലെ ഏതാണ്ട് സതീശ ഭരണത്തിൽ അറിയാതെ ഒരു സ്ലോ പോയിസണിങ് കിട്ടി ഇവർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഏറ്റവും ആദ്യത്തെ കാര്യം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. മുസ്ലിം ലീഗ് പറഞ്ഞാൽ മാത്രം ഒരു മുസ്ലിം സമുദായങ്ങളുടെ കൺസോളിഡേഷൻ തങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാകില്ല എന്ന് UDF വിചാരിച്ചിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും മറ്റു പാർട്ടികളെയൊക്കെ പിടിക്കാനുള്ള ഒരു ശ്രമം അവർ നടത്തിയിരുന്നു. പ്രത്യേകിച്ചും ജമാഅത്തെ ഇസ്ലാമി, മീഡിയ വണ്ണും അതുപോലെ മാധ്യമം പത്രത്തിനെയൊക്കെ പിടിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. ആ വെൽഫെയർ പാർട്ടിയുമായിട്ട് സഖ്യം പോലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സഖ്യവും അവരുടെ ചില സ്ഥാനാർത്ഥികളോ കൂടെ നിർത്തലോ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന് ഈ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം കൂട്ടിപ്പിടിക്കാൻ കഴിയുന്നില്ലെന്നും കഴിഞ്ഞ തവണ, അതായത് 2021-ലും 2016-ലും ഒക്കെ തന്നെ നിരവധി വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് പോയിട്ടുണ്ട് എന്നും പറയുന്ന ഒരു തോന്നൽ ഇവർക്കുണ്ടായിരുന്നു. അതാണ് ആ പശ്ചാത്തലം. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവർ കഴിഞ്ഞ തവണ VD സതീശനൊക്കെ ചെയ്ത തന്ത്രം 2019-ൽ കിട്ടിയിട്ടുള്ള ലോക്സഭയിലേക്ക് കിട്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ആവർത്തിക്കാൻ ഒറ്റ വഴിയുള്ളൂ. അത് ന്യൂനപക്ഷങ്ങളുടെ കൺസോൾട്ടേഷൻ ഉണ്ടാക്കണമെന്ന് വെച്ചു. പക്ഷെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചപ്പോൾ പോലും അതിൻ്റെ നേതൃത്വപരമായ പദവി പോലും മുസ്ലിം ലീഗിന് കിട്ടിയില്ല. കിട്ടിയത് ജമാഅത്തെ ഇസ്ലാമിക്കാണ്. അപ്പൊ അത്തരത്തിൽ മുസ്ലിം ലീഗിന്റെ ഒരു പ്രാധാന്യം പതുക്കെ പതുക്കെ കുറയുകയും ജമാഅത്തിയുടെ ഒരു ആശയപരമായിട്ടുള്ള വളർച്ച ഭയങ്കരമായിട്ട് ഉണ്ടാവുകയും ചെയ്തു. ഇതൊക്കെ ആളുകൾ പറയുമ്പോൾ ഉടനെ തന്നെ തോന്നും 0.33% വോട്ടുകളെ വെൽഫെയർ പാർട്ടിക്ക് കിട്ടുന്നുള്ളൂ. അതിലൊന്നും കാര്യമില്ല. വോട്ട് കിട്ടുന്നതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ ഒരു ആശയപരമായിട്ടുള്ള സ്വാധീനം ആളുകളിൽ വലിയ തോതിൽ ഉണ്ടാവുകയും പലപ്പോഴും അവരോടുള്ള ഒരു അനുഭവം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് കേരളത്തിൽ അധികാരത്തിലേക്ക് വന്നത്. ഇനി അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ടുള്ള സംഭവം എന്താ? അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തേത് ബെക്കാഡി കമ്പനിക്ക് കൊടുത്തിട്ടുള്ള മറ്റേ വീര്യം കുറഞ്ഞ മദ്യത്തിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാട് നമ്മൾ കണ്ടു. അതായത് 24 മണിക്കൂറിനകം ഫയൽ പറന്നു പോവുകയും ആളുകൾ ഒപ്പിടുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഈ മദ്യം മുസ്ലിം സമുദായത്തിന് ഹറാമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഹറാമായിട്ടുള്ള ഒരു കാര്യം മുസ്ലിം ലീഗ് ഭരണത്തിലിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടാവുന്നത്. ഇനി ഈ ഒരു കാര്യമൊക്കെ ബിസിനസ് പരമായിട്ടും നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് PM ശ്രീ, അതായത് മുസ്ലിം ലീഗ് ഇവിടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ നിങ്ങളുടെ കരിക്കുലത്തിലേക്ക് കയ്യേറിക്കൊണ്ട് സംഘപരിവാറിന്റെ അജണ്ടകൾ ഇവിടെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അണികളെ ഇത്രയും കാലം പഠിപ്പിക്കുകയും അതുകൊണ്ട് ആ PM ശ്രീയോട് സമരസപ്പെട്ടിട്ടുള്ള LDF-നെതിരെ നമ്മളെല്ലാം ഒന്നിച്ചു നിൽക്കണമെന്നും പറഞ്ഞിട്ടുള്ള ആളുകളോട് ഇവർ പറയുന്നത് ഞങ്ങൾ നടപ്പിലാക്കുമെന്ന്. പിന്നെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ ഗവൺമെന്റ് ഒപ്പിട്ട് പോയി, അതുകൊണ്ടാണ് നടപ്പിലാക്കാൻ പറ്റാത്തത്, ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ മാറുമായിരുന്നു എന്നാണ്. പക്ഷെ അത് ജബീ മേത്തറുടെയും അബ്ദുൾ വഹാബിന്റെയും ചോദ്യത്തിന് ഉത്തരവും കൂടി പറഞ്ഞുകൂടി തകർന്നടിഞ്ഞ്. കാരണം ഇത് ഏത് സംസ്ഥാന ഗവൺമെന്റ് എപ്പോൾ വേണമെങ്കിലും പിന്മാറാം. അങ്ങനെ പിന്മാറാമെന്നുണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പിന്മാറുന്നില്ല എന്ന് പറയുന്ന ഒരു ചോദ്യം. രണ്ടാമത്തത്, ലേബർ കോഡുകൾ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കി. അതിന്റെ ചട്ടങ്ങൾ ഇവിടെ എന്ത് ചെയ്തു? ഏറ്റവും നടപ്പാക്കാൻ വേണ്ടി VD സതീശൻ താല്പര്യമെടുത്തു. മൂന്നാമത്തത് വളരെ പ്രകടമായിട്ടുള്ള ഒരു ഉദാഹരണം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP-യുടെ ഭരണം നിലനിർത്താൻ വേണ്ടി R സുഗതന് അഡ്വൈസ് കൊടുക്കുന്ന പണിയാണ് ആര് ചെയ്തത്?
തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ KM ഷാജി മന്ത്രിയായിരിക്കുന്ന വകുപ്പും ചെയ്തത്, ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയും ചെയ്തത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനെ, അതായത് ഇവര് നേരത്തെ BJP എതിർക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്ന PM ശ്രീ മുതൽ സുഗതൻ വരെയുള്ള പദ്ധതികൾ, ഇനി അടുത്തത് എന്താ? ഈ കേരളത്തിലെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ ഗവർണർ അപ്പോയിന്റ് ചെയ്തു, ഈ ഗവൺമെന്റ് എതിർക്കുന്നില്ല. യഥാർത്ഥത്തിൽ CPM അതിനിശ്ചിതമായി ആരിഫ് മുഹമ്മദ് ഖാനായിട്ടും അതുപോലെ തന്നെ ഇവരുമായിട്ടും എതിർത്തിരുന്നു. ഈ രാജേന്ദ്ര ആർലേക്കറുമായിട്ട് എതിർക്കുകയും SFIകൾ സമരം ചെയ്യുകയും ചെയ്തപ്പോൾ അന്ന് UDF-നകത്ത് യഥാർത്ഥത്തിൽ ഈ പിണറായിക്ക് അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിരുന്നില്ല UDF ആദ്യം. പക്ഷെ രണ്ടാമത് എടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഗവർണർക്കെതിരെ പിണറായിക്ക് അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കണം എന്ന് മുസ്ലിം ലീഗ് പറയേണ്ടി വന്നു. കാരണം എന്താ? മുസ്ലിം ലീഗിന് അറിയാലോ ഇത് സംഘപരിവാറിന്റെ ഐഡിയോളജി ഇവിടെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ് SFI സമരം ചെയ്യുന്നത്. അതുകൊണ്ട് അണികളുടെ ഭാഗത്തു നിന്നും സമസ്ത പോലെയുള്ള അവരുടെ തന്നെ വലിയ മതപരമായിട്ടുള്ള സംഘടനയുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ വലിയ സമ്മർദ്ദം ഉണ്ടായതുകൊണ്ടാണ് ഈ നിലപാട് എടുക്കേണ്ടി വന്നത്. അപ്പൊ അതെല്ലാം തന്നെ ഇപ്പൊ വിഴുങ്ങുകയും യഥാർത്ഥത്തിൽ സംഘപരിവാറിനോട് സല്യൂട്ട് അടിച്ചുകൊണ്ട് എന്ത് ചെയ്യും നിൽക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റിനെയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ പിന്നെ പഴയ കാലവുമല്ല. പണ്ടൊക്കെ എന്തെങ്കിലും തക്കിട തരികിടൊക്കെ പറഞ്ഞ് പറ്റിക്കുക. ഇപ്പൊ അങ്ങനെയല്ല. മലപ്പുറമോ കോഴിക്കോടോ ഒക്കെ തന്നെ വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്തവരുടെ ഒരു ജില്ലയല്ല അത്. അവിടെ നിന്ന് പുതിയ കുട്ടികൾ, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ലോകം മുഴുവൻ പരന്നു കിടക്കാണ്. അവരുടെ അറിവുകളുണ്ട്. അപ്പൊ അവർക്ക് തോന്നുന്നു അത് ശരി, അപ്പൊ ലീഗ് കൂടി ഞങ്ങൾ എന്ത് ചെയ്തു, കോൺഗ്രസ് വഞ്ചിച്ചു എന്ന് പറഞ്ഞ പ്രശ്നമാണ്. പക്ഷെ ലീഗും കൂടി ഇതിന് കൂട്ടു നിൽക്കുകയാണല്ലോ. ലീഗ് പോലും എന്താ മിണ്ടാത്തത്? എന്താണ് PM ശ്രീ അറബിക്കടലിൽ എറിയാത്തത്? അറബിക്കടലിൽ വെറ്റിപ്പോയോ എന്നുള്ള ചോദ്യങ്ങൾക്ക് അവരടക്കം മറുപടി പറയേണ്ടി വരികയാണ്. ഞാനിപ്പോൾ ലീഗിന്റെ കോഴിക്കോടുള്ള പ്രമുഖനായിട്ടുള്ള ഒരു നേതാവുമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു വലിയ ബുദ്ധിമുട്ടിലാണ്, അടുത്തവണ നമ്മൾ ജയിക്കാൻ പറ്റുമെന്ന് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, തോന്നില്ല. കാരണം ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും. ഇനി ഇത് പോട്ടെ, മറ്റേ RSSന്റെ സർസംഘചാലക് ഇവിടെ വന്നപ്പോൾ 3 വൈസ് ചാൻസലർമാർ യോഗത്തിൽ പങ്കെടുത്തു. ഒരു പരാതിയും ഗവൺമെന്റിനില്ല. കൂടാതെ മറ്റേ ഈ സെനറ്റിലേക്ക് അതുപോലെ സിൻഡിക്കേറ്റിലേക്ക് എക്സ്പേർട്ട് കമ്മിറ്റികളിലേക്കൊക്കെ തന്നെ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ MG യൂണിവേഴ്സിറ്റിയിലേക്ക് 31 അംഗ സെനറ്റിലേക്ക് 19 പേരെ ഏകപക്ഷീയമായിട്ട് ഗവർണർ അപ്പോയിന്റ് ചെയ്യാണ്. അപ്പോഴും റോജി M. ജോൺ പറയുന്നത് എന്താണെന്നറിയാം, ഞങ്ങൾ അങ്ങനെ ഗവർണറായിട്ട് ഉടക്കാനൊന്നുമില്ല, നമ്മൾ വളരെ സൗഹൃദത്തിൽ പോകണമെന്നാണ്. സൗഹൃദത്തിൽ പോകണം എങ്ങനെയാണ്? അതായത് നിങ്ങൾ ഒരു പോക്കൃത്തരം കാണിക്കുമ്പോൾ നമ്മൾ സൗഹൃദത്തിൽ പോകണം, അതുകൊണ്ട് മിണ്ടണ്ടെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന മറ്റേ സംഘപരിവാർ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷണർ ശേഷാദ്രിനാഥനെ അപ്പോയിന്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അതും ഈ പറയുന്ന പോലെ മറ്റേ ശുപാർശ പോയേക്കുന്നത് KM ഷാജിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. അപ്പൊ KM ഷാജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോയിരിക്കുന്നു. അതും ഗവർണർ പറഞ്ഞിട്ടാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഗവർണർ പറഞ്ഞിട്ടാണ്, ലോക് ഭവനിൽ നിന്ന് കിട്ടിയ നിർദ്ദേശമാണ്, ഞങ്ങൾ എല്ലാവർക്കും ഹാൻഡ് ഓവർ ചെയ്തതെന്നാണ്. ഇങ്ങനെ ഞാൻ പറയുന്നത് ഒരു 10ഓ 15ഓ കാര്യങ്ങളിൽ വലിയ നിലപാട്, അതായത് മുസ്ലിം ലീഗ് തന്നെ അവരുടെ അണികളെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന നമ്മൾ ഇതിനെല്ലാം എതിർക്കണം, അതിനെല്ലാം കൃത്യമായി എതിർക്കാത്തത് കൊണ്ടാണ് നമ്മൾ പിണറായി വിജയനെ എതിർക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും പറഞ്ഞാൽ ഇവരുടെ വിശ്വാസ്യത പതുക്കെ പതുക്കെ കുറഞ്ഞു വരികയാണ്. ഇത് നേരത്തെ മുതൽ കുറയാൻ തുടങ്ങി. ഇവിടെ ശരിക്കും പറഞ്ഞാൽ മീഡിയ വണ്ണിനെയൊക്കെ പണി കൊണ്ട് തന്നെ ഇത് കുറയാൻ തുടങ്ങിയിരുന്നു. കാരണം ആളുകൾക്ക് തോന്നുന്നു മീഡിയ വൺ കാണാം, അല്ലാതെ ചന്ദ്രികാര വായിക്കണം, മാധ്യമം വായിക്കണം, മീഡിയ വൺ കാണാം, എന്നിട്ട് സത്യം അറിയാവുന്നതാണ് ആളുകൾ വിചാരിച്ച. അപ്പൊ അങ്ങനെ തന്നെ ഇത് കുറയാൻ തുടങ്ങിയിരുന്നു. പിന്നെ ഈ കുറയാൻ തുടങ്ങിയപ്പോൾ അന്നൊക്കെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പിണറായിക്കെതിരെയായിരുന്നു. അത് കുഴപ്പമില്ല. ഇപ്പൊ പിണറായിക്കെതിരെയല്ല ഫോക്കസ്, ഇപ്പൊ ഈ ഗവൺമെന്റിനെതിരെയാണ്. ഇപ്പൊ മീഡിയ വണ്ണിന്റെ ഒക്കെ തന്നെ നിരവധി ചർച്ചകൾ നിങ്ങളെടുത്ത് നോക്കോ, നൈസായിട്ട് കുറ്റമൊക്കെ പറയാൻ തുടങ്ങി. അത് ശരിയാണ്, BD സതീശൻ പിന്മാറിയിട്ടുണ്ട്, സംഘപരിവാറിനോട് ചേർന്നിട്ടുള്ള കാര്യമാണെന്നൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, പറയാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ അണികൾ എന്ന് പറയുന്നത് ഹാർഡ് കോറായി ചങ്ക് പറിച്ചു കൂടെ നിന്നിട്ടുള്ള അണികളാണ്. ഈ അണികളിൽ ചെറിയ തോതിൽ ഒരു മണ്ണൊലിപ്പ് ഉണ്ടാകാൻ തുടങ്ങി, ചെറിയ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ തുടങ്ങി. ഒരു സംശയമാണ് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ഇവരെ ഏതെങ്കിലും ഒരു റീസണെതിരെ എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവില്ലേ? മുഖ്യമന്ത്രിക്കെതിരെ എതിർത്ത് നിൽക്കാൻ പറ്റില്ല. അതിന് പിന്നിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ല, സാഹചര്യങ്ങൾ ഇനി വന്നുകൂടാ. അല്ല, സാഹചര്യങ്ങൾ വരുന്നത് കൊണ്ട് ഇപ്പൊ സത്യത്തിൽ ഏറ്റവും ഒടുവിൽ ഗതികെട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം.
PM ശ്രീ നടപ്പാക്കണം, അത് കാശ് കിട്ടാനുള്ള കാര്യമാണെന്ന് മുസ്ലിം ലീഗിന്റെ അടക്കം നേതാക്കൾ ഷംസുദ്ദീൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞു. പറഞ്ഞതിന് ശേഷം ഇപ്പോ യഥാർത്ഥത്തില് മുസ്ലിം ലീഗ് അത് നടപ്പാക്കാൻ പറ്റില്ലെന്ന് കട്ടൻ്റെ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അത് ഇത്തരത്തിൽ അണികളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള വലിയ രോഷം കൊണ്ടാണ്. പക്ഷെ താങ്കളൊന്ന് മനസ്സിലാക്കണം, ഇത്തരം നിലപാടുകൾ എടുക്കുന്ന സതീശനെ മുസ്ലിം ലീഗ് കണ്ണും പൂട്ടി സഹായിക്കുന്നത് എന്തിനാണ്? ചിന്തിച്ചു നോക്കിയണ്ട. അതിനെ പിന്നിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 10 കൊല്ലമായി ഭരണമില്ലാതിരുന്നിട്ട് അപ്പൊ എല്ലാ ചില്ലറയൊക്കെ പണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചതൊക്കെ കുറച്ചൊക്കെ തീരാറായി. അപ്പൊ ഇനി ഇത് എങ്ങനെയെങ്കിലും ഭരണം കിട്ടിയേ പറ്റൂ. അതുകൂടാതെ ഭരണം കിട്ടുമ്പോൾ ഇത് ഏതാണ്ട് ഇപ്പൊ ഞാനിപ്പോ പേരൊന്നും പറയുന്നില്ല, ചില മുസ്ലിം ലീഗ് നേതാക്കന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ലാസ്റ്റത്തെ ഭരണമാണിത്. അപ്പൊ അത് നമ്മൾ ഈ മറ്റേ ഇതിലൊക്കെ പറയും, അതായത് റബ്ബറിന്റെ കേസിലൊക്കെ മറ്റേ സ്ലോട്ടർ ബട്ടൺ എന്ന് പറയും. അതായത് റബ്ബറിന്റെ മാക്സ് മൂറ്റിക്കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാ അടപടലം വിൽക്കുകയാണ്. അതായത് അത് ചതച്ചൊക്കെ എടുത്ത് എന്ത് ചെയ്യാണ്, പാലെടുക്കേണ്ട പരിപാടിയാണ്, അത് മുഴുവൻ വിൽക്കുകയാണ്. അപ്പൊ അതുപോലെ ഇതെന്താണ്, ഇത് ഞങ്ങളുടെ ലാസ്റ്റത്തെ സ്ലോട്ടർ വെട്ടാണെന്നുള്ളത് അവർക്കറിയാം. അതായത് എന്ത് ചെയ്യുന്നു, ഇപ്പൊ ഭരണം കിട്ടി ഇതിൽ നിന്ന് മാക്സിമം ചില്ലറ എടുക്കുക. അപ്പൊ പിന്നെ ഐഡിയോളജി മണ്ണാങ്കട്ടെ തേങ്ങയും മാങ്ങയും നോക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ താങ്കൾക്കൊരു 70 വയസ്സായി, അപ്പൊ താങ്കൾക്ക് ഒരു ഭരണം കിട്ടിയേക്കാണ്. അപ്പൊ താങ്കള് എല്ലാ ചില്ലറയൊക്കെ മേടിച്ച് എന്ത് ചെയ്യും, അകലെ കുറച്ച് ചില്ലറയൊക്കെ മേടിച്ച് കാശുണ്ടാക്കി വെക്കുക എന്നുള്ള. അതായത് അകലെ ഇനി എന്താ മറ്റേ 120 വയസ്സ് വരെ ജീവിക്കണതും അതുപോലെ അന്ന് ഭരണത്തിലിരിക്കുന്നതൊക്കെ ആഗ്രഹിക്കൂ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യാ, കിട്ടണത് എന്ത് ചെയ്യാ, ചില്ലറ മേടിച്ച് പോക്കറ്റ് ഇടാം. ഇനി ഇതൊക്കെ നടക്കുവോ, ചിലപ്പോ ഇവിടെ ഇലക്ഷൻ ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഇനി ഭരണം കിട്ടുമോ എന്നൊന്നും എന്ത് ചെയ്യാൻ പാടില്ല. എന്തായാലും 100% ഉറപ്പിച്ചൊരു കാര്യമുണ്ട്, 5 കൊല്ലം കഴിയുമ്പോൾ എന്തായാലും ഭരണം മാറും. അപ്പൊ 5 കൊല്ലം കഴിഞ്ഞ് പിന്നെ ഭരണം ഉണ്ടാവില്ല. അതായത് ഇപ്പൊ ഒരു 75 വയസ്സുള്ള ഒരാള് ഇനി 5 കൊല്ലം, ഇപ്പൊ ഈ 3-4 കൊല്ലം കൂടി ഭരിക്കുമ്പോൾ 79 വയസ്സാവും. അല്ലെങ്കിൽ 70 വയസ്സുള്ള ഒരാൾ 4 കൊല്ലം കൂടി ഭരിക്കുമ്പോൾ 74 വയസ്സാവും. പ്ലസ് 5 കൊല്ലം എന്തായാലും ഭരണം കിട്ടൂല. അപ്പൊ 5 കൊല്ലം കൂടി മാറി പിന്നെ ഭരണം കിട്ടിയിട്ട് എന്ത് ചെയ്യും, എന്റെ ഇമേജ് ഡെവലപ്പ് ചെയ്ത് നിക്കണോന്നൊക്കെ എന്തിനാണ് അതിൽ വിചാരിക്കുന്നത്? കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുക, വാരിക്കൊണ്ട് ഓടുക എന്നുള്ളതായത് വെറുതെ സമയം കളയാനൊന്നുമില്ല. അതിൽ ഐഡിയോളജി ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഐഡിയോളജി ഒക്കെ പറഞ്ഞ് സമയം കിട്ടാൻ കളയാനൊന്നുമില്ല എന്ന് പറയുന്നത് പോലെ. ഇനി അല്ലെങ്കിൽ ഞാനിപ്പോ അകലെയോടൊരു സാഹചര്യം പറയാം. അതിന്റെ വിശദീകരണമൊന്നും എന്നോട് ചോദിക്കരുത്, അത് ഇനി പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ചെറുതായിട്ടൊക്കെ ചോദിച്ചു, കുഴപ്പമില്ല. ഇപ്പൊ അകലെയോട് ഞാൻ പറയണം, അത് 30 കൊല്ലത്തേക്ക് അകലെയുടെ ജോലി ചെയ്യുന്ന അത്രയും ശമ്പളം, അതിന്റെ 5 ഇരട്ടി ഞാനിപ്പോ അഡ്വാൻസ് തന്നേക്കാം എന്ന് പറഞ്ഞാൽ അകലെ എന്ത് ചെയ്യും? ഈ 3 മാസം എനിക്ക് ഇവിടെ നിന്ന് ചില സഹായങ്ങൾ, ഈ 3 കൊല്ലം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ചില സഹായങ്ങൾ ചെയ്തു തന്നാൽ മതി. അത് ചിലപ്പോ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നതോ മറ്റു പല കാര്യങ്ങളൊക്കെ ഇരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? കാരണം നമ്മൾ 5 കൊല്ലം കൊണ്ട് ചില ഉപകാരങ്ങൾ ചെയ്തു കൊടുത്താൽ അടുത്ത 30 കൊല്ലം നിങ്ങൾ ഈ പാർട്ടി നടത്തിയോ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന, സമാഹരിക്കാൻ കഴിയുന്ന പണത്തിന് എന്ത് ചെയ്യും? പണം നിങ്ങൾക്ക് അഡ്വാൻസ് ആയി കിട്ടുന്നുണ്ട്. മനസ്സിലായേ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ കൂടെ നിൽക്കും. അല്ലാതെ അന്നേരം പിന്നെ ഐഡിയോളജിയിലേക്ക് പിന്നെ ഐഡിയോളജിയൊക്കെ ഉണ്ടായിട്ട് ഇപ്പൊ എന്താ കാര്യമുള്ളത്? നാളെ പാർട്ടി വളരുവാന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇല്ലാതായിട്ട് പിന്നെ പാർട്ടി വളർന്നാലെന്ത്, വളർന്നില്ല. മനസ്സിലായി? ഇതാണ് ഇതിന്റെ ബേസിക് കാര്യം. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം അവരുടെ രാഷ്ട്രീയ ഐഡിയോളജികളിൽ വലിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ 2 പാർട്ടിക്കാണ്. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമി, SDPI പോലുള്ള സംഘടനകളൊക്കെ പതുക്കെ പിടിമുറുക്കി വളരും. അങ്ങനെ വളരുമ്പോൾ മറ്റൊരു ഗുണം കൂടിയുണ്ട്. ആർക്ക്? തൊട്ടിപ്പുറത്ത് BJPക്കും വളരാനുള്ള സാധ്യതയുണ്ട്. കണ്ട, അവരൊക്കെ അപ്പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വളരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അതേസമയം മുസ്ലിം ലീഗിനെ പോലെ കുറച്ചും കൂടി ഒരു സോഫ്റ്റായി നിലപാടുകൾ എടുക്കുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അവർക്കും ബുദ്ധിമുട്ടാണ്. മനസ്സിലായ? അവരങ്ങോട്ട് ഇല്ലാതായ അവർക്ക് വളർച്ച എളുപ്പമാണ്. മുസ്ലിം ലീഗ് കുറച്ചുകൂടി മതേതരത്വമുള്ള കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള, ഇപ്പൊ ബാബറി മസ്ജിദ് 92 തകർന്നു വീണപ്പോഴും മുസ്ലിം ലീഗ് ഉണ്ടായതുകൊണ്ട് ഇവിടെ കലാപമൊന്നും ഉണ്ടായില്ല. കാരണം അവര് തീവ്രമായിട്ടുള്ള നിലപാടുകളൊന്നും എടുത്തില്ല. ആരുടെയും കൈവെട്ട കാലുവെട്ട അതൊന്നും പറഞ്ഞ എന്ത് ചെയ്തില്ല, പോയില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിലപാടെടുക്കുന്ന ഒരു പാർട്ടി ഉള്ളത് മറ്റവരുടെ വളർച്ചയ്ക്കും കുറച്ച് ബുദ്ധിമുട്ട് ആണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 കൊല്ലം ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെ പോയാൽ, ഇങ്ങനെയൊക്കെ തന്നെ ഈ നേർരേഖയിലൂടെ തന്നെ വണ്ടി അങ്ങോട്ട് പോവുകയാണെങ്കിൽ, ഇതേപോലെ തന്നെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ പിന്നെ മുസ്ലിം ലീഗ്, അത് ശരി, മുസ്ലിം ലീഗ് കൂടി ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. കെ സുരേന്ദ്രന്റെ ഒരു പ്രസ്താവന ഉണ്ട്. ആ പ്രസ്താവനയൊക്കെ തന്നെ ഒരു മുസ്ലിം ലീഗ് അണിയുടെ നെഞ്ചിൽ ഇടുത്തിയായി അവന്റെ ചങ്കിലിരുന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയാം പ്രസ്താവന? എത്ര വലിയവനാണ് ദൈവം എന്നാണ് കെ സുരേന്ദ്രൻ ചോദിക്കുന്നത്. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ പറയണേ,
ഒരു മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കൊണ്ട് തന്നെ PMC നടപ്പാക്കിച്ചില്ലാതെയോ? മനസ്സിലായോ? അതായത് ഇത് പിന്നെ വിപ്പയ്ക്കിങ്ങനെ ഇലക്ഷനിലൊക്കെ താങ്കൾ അറിയേണ്ടത് തീ പാറുന്ന, നിങ്ങൾക്ക് തോന്നണ്ടേ ഇപ്പൊ KM ഷാജി അറബിക്കടലിൽ മറ്റേ കയറി വരും എന്നൊക്കെ പറഞ്ഞ എല്ലാം നാളെ ഇത് കട്ട് ചെയ്ത് ഇതും അപ്പുറത്ത് എന്താണ് അറബിക്കട, അതൊക്കെ വെറുതെ വർത്താനം പറഞ്ഞാല് നിങ്ങൾ അതൊക്കെ എടുത്ത് ഇത്ര വലിയ വിഷയമൊക്കെ അല്ലേ എന്നൊക്കെ കെഞ്ചുന്ന സീനും ഒക്കെ ഒരുമിച്ച് എവിടെ വരും? അടുത്ത തെരഞ്ഞെടുപ്പിന് വരും. വരും. അപ്പൊ എത്ര വോട്ട് കിട്ടും? അതെ. മനസ്സിലായി? മറ്റവരുടെ ഉള്ളിൽ ചിരിയാണ് ആര്? ജമാഅത്ത് ഇസ്ലാമിക്കാർ. കാരണം ഇവര് തകരുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, കൂടെ നിന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം, ഇമാര് തകരുന്നുണ്ട്, നമുക്ക് പതുക്കെ അവിടെ നിന്ന് എന്ത് ചെയ്യാം, വളരെ. അത് തന്നെയാണ് സംഭവം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കുക. RSSും സംഘപരിവാരം എങ്ങനെ വളർന്നതെന്നറിയാം? ഇതേപോലെ തന്നെ കോൺഗ്രസ് നൈസായിട്ട് പലപ്പോഴും ഇവരുടെ സഹായം അടിയന്തരാവസ്ഥ കാലത്തും ചെറുതായിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ സഹായം തേടി. ഇവരെ ആശയപരമായിട്ട് വലുതായിട്ട് എതിർത്തില്ല. കാരണം താൽക്കാലികമായ ചില അഡ്ജസ്റ്റ്മെന്റുകൾക്ക് എന്ത് ചെയ്തു, തേടി. സത്യത്തില് പതുക്കെ എന്ത് ചെയ്ത് കടിച്ചെടുത്താൽ നമുക്ക് വേദനയൊക്കെ എടുക്കും, ഇത് നക്കിയെടുത്താൽ നമുക്ക് എന്ത് ചെയ്യൂല. അതാണ് സത്യത്തിൽ മലയാളത്തിൽ നക്കി നക്കി നമ്മൾ എന്ത് ചെയ്യുക, എടുക്കുക. ഇനി പണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പയ്യന വെള്ളയപ്പം മേടിക്കാൻ പറഞ്ഞിട്ട്, അപ്പൊ ചന്ദ്രചേൻ്റെ ഒരു കടയെന്ന് പറഞ്ഞ കടയുണ്ട്. അപ്പൊ നമ്മളിലെ കടുപ്പം എന്ന് പറഞ്ഞൊരു സ്ഥലത്തിൽ പോകെ ഭയങ്കര പ്രശ്നം നടക്കുക. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളയപ്പം എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞ് ചന്ദ്രചേൻ്റെ കടയിൽ വന്ന ആളുകൾ ബഹളം ഉണ്ടാക്കണേ. എന്താ സംഭവം എന്ന് അറിയാം? വെള്ളയപ്പം വാഴലയിൽ വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി കൊടുത്തു വിട്ടു. അന്ന് പേപ്പറൊന്നുമില്ല. അപ്പൊ വെള്ളയപ്പം വെറുതെ വാഴല വെച്ച് ചുരുട്ടി കൊടുത്തു വിട്ടു. അപ്പൊ ഇവനിങ്ങനെ മേടിക്കാൻ പറഞ്ഞു വിട്ട് അവന് കൊതി മൂത്തിട്ട്, അവൻ തൊട്ടടുത്ത വീട്ടിലെ പയ്യനാണ്. എന്ത് ചെയ്തെന്ന് വെച്ചാല് ഈ വാഴലയുടെ ഇതൊക്കെ മുറിച്ച് രണ്ട് സൈഡും കളഞ്ഞിട്ട് ഈ അരിക് രണ്ടും ഉണ്ടല്ലോ, അതാണല്ലോ കഴിക്കാൻ ടേസ്റ്റ്. ഇവിടെ ഒരു കഴിയടിച്ച് അപ്പുറത്തൊരു കഴിയടിച്ച്. അപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ ഇരിക്കണേന്ന് മനസ്സിലായ വെള്ളയപ്പം, മനസ്സിലായ താങ്കൾക്ക്? നിവർത്തുമ്പോ അപ്പൊ മറ്റയാൾ അതിനേക്കാൾ വലിയ ആള്, അയാൾ ഇത് ചോദിക്കാൻ വേണ്ടി ചന്ദ്രചേട്ടൻ തന്റെ വെള്ളയപ്പം ഇങ്ങനെ ഇരിക്കണം, റൗണ്ട് ഔട്ടറോ എന്നൊക്കെ ചോദിച്ചു എന്ത് ചെയ്യണം. അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ റൗണ്ടായിട്ട് കൊടുത്താണ്. ലാസ്റ്റ് ഇപ്പൊ ചോദിച്ചപ്പോ എന്താ അപ്പൊ അയ്യം പറഞ്ഞു ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും എന്ത് ചെയ്ത് രണ്ട് കടി കടിച്ച് തിന്നുപോയി. മനസ്സിലായി? 3 വെള്ളയപ്പത്തിന്റെ 2 കടി കടിച്ച് തിന്ന്. അപ്പൊ കടിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ആ സമയം നക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ പതുക്കെ പതുക്കെ നക്കിക്കൊല്ലുകയാണ്. ആര്? കോൺഗ്രസ് ഇപ്പുറത്ത് നിന്നും ജമാഅത്തെ ഇസ്ലാമി അപ്പുറത്ത് നിന്നും. പാവം പിടിച്ച മുസ്ലിം ലീഗുകാർക്ക് ഇത് മനസ്സിലായിട്ടുണ്ട്, അണികൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. നേതാക്കന്മാർക്ക് മനസ്സിലാകാത്തതിന്റെ കാര്യം ഇതിനേക്കാളൊക്കെ വലുതാണല്ലോ. എന്ത് ദീർഘവും നോട്ടും ഡോളറും ഒക്കെ ഇതിനേക്കാൾ